തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളെ കണ്ടുകൊണ്ട് അതിനെ കൃത്യമായി ഒരു ആശയഗതിയോടുകൂടി ഒരു ഓൾട്ടർനേറ്റീവ് പോളിസി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഇപ്പോൾ എങ്ങനെയാണ് ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റിവിഷൻ SIR വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടില്ലാതാക്കിക്കൊണ്ടും ഒരുപാട് പേരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെയും ഒക്കെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ആ ഒരു ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊരു പക്ഷേ അത് കൃത്യമായിട്ട് അത് മനസ്സിലാവില്ല. ഒരു പക്ഷേ കൃത്യമായ അന്വേഷണം അതുമായിട്ട് നടന്നാൽ മാത്രമാണ് ബീഹാറിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡൽഹിയിൽ നിങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഭൂരിഭാഗം പേരും ബീഹാറിൽ നിന്നുള്ളവരാണ്. അതെ, അവർക്ക് സ്വന്തമായി കൃഷിയിടങ്ങൾ വരെയുള്ള ആളുകളാണ് പലരും. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഉള്ള റിക്ഷാ തൊഴിലാളികളെയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റിയിരിക്കും. എന്തുകൊണ്ടാണ് അവർ ഇവിടെ വരേണ്ടി വരുന്നത്? ബീഹാറിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്ന് നവംബർ 6, രണ്ടാം ഘട്ടം 11-ാം തീയതി. 14-ാം തീയതിയാണ് ഫലം അറിയുന്നത്. ഈ ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബീഹാറിൽ എന്തൊക്കെയാണ് ചർച്ച നടക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയണം. കക്ഷി രാഷ്ട്രീയത്തിനും ആ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഉപരിയായി ഏതൊക്കെ അടിയൊഴുക്കുകളാണ്, ഏതൊക്കെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളാണ് ബീഹാറിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആലോചിക്കുന്നത്. ഹിന്ദുവിലെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററായിട്ടുള്ള ഡോക്ടർ AM ജിഗീഷാണ് ഇക്കാര്യം സംസാരിക്കാനായി മീഡിയ വണ്ണിൻ്റെ വെബിനോട് ചേരുന്നത്. നമ്മൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ഏതൊക്കെ തരത്തിലുള്ള അടിയൊഴുക്കുകളാണ്, എന്തൊക്കെയാണ് ബീഹാർ ഇലക്ഷനെ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു കാര്യം അങ്ങ് പറയാം. സുമോദ് പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ ഒരു പൊതുവേ ഒരു ബീഹാർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രധാനമായിട്ടും അതിൽ ഈ യാദവ് പൊളിറ്റിക്സ് എന്താണ്, അതിലേക്ക് കൂടിച്ചേരാൻ സാധ്യതയുള്ള മറ്റ് വോട്ട് ഏതൊക്കെയാണ്, ഈ ദളിത് വിഭാഗങ്ങളിൽ മഹാദളിത് അടക്കമുള്ള വിഭാഗങ്ങൾ ആരുടെ കൂടെ പോകും, അങ്ങനെ ഈ ഒരു ജാതിയുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് പൊതുവെ ബീഹാറിൻ്റെ ഒരു അവലോകനം നമുക്ക് മുന്നിലെത്താറ്. പക്ഷേ അതേപോലെ തന്നെ ബീഹാർ ഏറ്റവും എന്താ പറയുക, ഏറ്റവും വൺ ഓഫ് തേർഡ് പോപ്പുലേറ്റഡ് സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് 13 കോടി ആളുകൾ ജീവിക്കുന്ന ഏതാണ്ട് 8 കോടിയോളം വോട്ടർമാരുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് അവരുടെ ജീവിതം, എങ്ങനെയാണ് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ചുറ്റുപാടുകൾ, എങ്ങനെയാണ് അവർ ഒരു വ്യക്തി, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്കും അവരുടെ ഇനി വരേണ്ടുന്ന ഗവൺമെൻറ്റിനെ അവർ കാണുന്നത്, അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അവരഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെ കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും പ്രതിഫലിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് കാണുന്ന ചില കാഴ്ചകളാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ 8 കോടി വോട്ടർമാരിൽ, അതായത് എത്ര വോട്ടർമാരുണ്ടോ അതിൻ്റെ ഏതാണ്ട് പകുതിയോളം, 3.5 കോടിയോളം അധികം ആളുകൾ മൈഗ്രൻ്റ് വർക്കേഴ്സായിട്ടുള്ള, നോൺ സ്കിൽഡ് വർക്കേഴ്സായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഗവൺമെൻറ്റിൻ്റെ ഈശ്രം പോർട്ടലിലുള്ള കണക്ക് പ്രകാരം 3.5 കോടിയോളം ആളുകളാണ് ആ ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് കാണിക്കുന്നത് ഒരു വലിയ ജനവിഭാഗം ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നവരും ഒരു സ്ഥിരമായ വരുമാനമില്ലാത്തവരുമായിട്ടുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്ത, ഒരു സാമൂഹിക പരിരക്ഷയില്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബീഹാർ എന്നുള്ളത്. അതുപോലെ ബീഹാറിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ കാർഷിക പ്രതിസന്ധി, ആ കാർഷിക പ്രതിസന്ധി മൂലം പുറത്തേക്ക് പോകാൻ നിർബന്ധിതരാവുന്ന മനുഷ്യർ, തൊഴിലില്ലായ്മ, അതുപോലെ നിരന്തരമായ പ്രകൃതി പ്രശ്നങ്ങൾ, കോസി നദി അടക്കമുള്ള പല സ്ഥലങ്ങളിൽ എപ്പോഴും എല്ലാ സീസണിലും നമ്മൾ കാണാറുള്ള വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൈക്രോ ഫൈനാൻസിങ് അടക്കമുള്ള പല ചൂഷണങ്ങൾ അവിടെ നടക്കുന്നത്. അങ്ങനെ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു വോട്ടർ പ്രതികരിക്കുക എന്നുള്ളത് കൂടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരു പത്രപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രധാനമായിട്ടും. ഇതിപ്പോൾ നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ തേജസ്വി യാദവിൻ്റെ ഒരു പ്രഖ്യാപനം കണ്ടായിരുന്നു. അതായത് ഓരോ വീട്ടിലും ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്ന തരത്തിലാണ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ജിഗീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 3 കോടിയിലധികം ആളുകളാണ് ഈ ശ്രമം പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ജനസംഖ്യയുടെ ഇന്ത്യൻ ജനസംഖ്യയുടെ 10% അടുത്ത് വരുന്ന
ഒരു പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനമാണ് ബീഹാർ. പക്ഷേ നമ്മളൊരു ഫാക്ടറികളുടെ എണ്ണം എടുത്താൽ പോലും അതിൽ ഇന്ത്യയിലെ മൊത്തം ഫാക്ടറികളിൽ 1.2% മാത്രമാണുള്ളത്. അപ്പോൾ അവിടെ തൊഴിലെടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. ഇപ്പോൾ നിതീഷ് കുമാർ 2 പതിറ്റാണ്ടായിട്ട് ചില ഇടവേളകൾ മാറ്റി നിർത്തിയാൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പല മുന്നണികളുടെ ഒപ്പം ഭരിക്കുന്നുണ്ട്. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു ഭരിക്കേണ്ടത്. ഇത് ആരെയാണ് ഇതിങ്ങനെ കുറ്റപ്പെടുത്തേണ്ടത്? നമുക്ക് പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ബിമാരു സ്റ്റേറ്റ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്? ബീഹാർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എല്ലാം. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളും മറികടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ബീഹാറിന് ഇത് കഴിയാതെ പോകുന്നത്? ബീഹാറിലെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഗോതമ്പും നെല്ലും ആണ് അവിടുത്തെ പ്രധാന വിളകൾ. അതോടൊപ്പം തന്നെ ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷമായി പ്രത്യേകിച്ചും ഈ ബയോഫ്യുവലിൻ്റെ ഭാഗമായിട്ട് ചോളം, മക്ക എന്ന് ബീഹാറിൽ പറയുന്ന ചോളത്തിന് വേണ്ടി വലിയ രീതിയിൽ കൃഷി അവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില വിളവുകളുണ്ട്. ബീഹാറിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന ലിച്ചി എന്ന പഴവർഗ്ഗം, അതുപോലെ മഖാന എന്ന പേരിൽ ഈ ആമ്പൽ പോലെയുള്ള ഒരു ചെടിയുടെ ഒരു കായ, അത് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, പ്രധാനമന്ത്രി അടക്കമുള്ള പല സിനിമാ താരങ്ങളടക്കമുള്ളവർ പല സിനിമാ താരങ്ങളടക്കമുള്ളവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വണ്ടർ നട്ട് എന്നറിയുന്ന ഫോക്സ് നട്ട് എന്നുള്ള മഖാന. അങ്ങനെ ഇത്തരം പല വളരെ ഫലഭൂയിഷ്ടമായ, ഇപ്പോൾ ബ്രിട്ടീഷ് കാലം തൊട്ട് തന്നെ അതിൽ വളരെ ഫലഭൂയിഷ്ടമായ, എന്തുകൊണ്ടാണ് ചമ്പാരനിൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമരം തുടങ്ങാൻ കാരണമായി? ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. ജസോലി പട്ടി എന്ന് പറയുന്ന ഒരു വില്ലേജ് ഞാനൊരു തവണ പോയിട്ടുണ്ട്. അവിടെ ഞാനൊരു 15 വർഷം മുമ്പാണ് അവിടെ പോയിട്ടുള്ളത്. അന്ന് അവിടെ ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ല. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ ഒരു ഗ്രാമത്തിൽ ഇന്നും ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലും എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ഗോതമ്പ് കർഷകരായിരുന്ന ഒരു കൂട്ടം ആളുകളെ കൊണ്ട് അത് മാറ്റി അവിടെ ഇൻഡിഗോ, നീലം കൃഷി ചെയ്യിപ്പിച്ച് ബ്രിട്ടീഷുകാരത് ചെയ്തതിൻ്റെ ഭാഗമായി അതിനെതിരെ സമരം നടത്തി. ആ സമരത്തിൻ്റെ നേതൃത്വം എടുത്തുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ സമരത്തിൻ്റെ അന്ന് സത്യാഗ്രഹം ഇരിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അദ്ദേഹത്തെ ആ ഗ്രാമത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു ഭാഗമാണ് ബീഹാർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏത് സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളായിക്കോട്ടെ, ബുദ്ധൻ മുതൽ ഗാന്ധി മുതൽ ഇടതുപക്ഷ മൂവ്മെൻറ്റുകൾ മുതൽ പല രാജ്യത്തിൻ്റെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റുകൾ, കോൺഗ്രസ്, ഇതിനൊക്കെ വളരെ ശക്തിയുള്ള ഒരു മണ്ണായിരുന്നു ബീഹാർ. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ അവിടെ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാർഷിക പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് ഒരു ഭൂപരിഷ്കരണമടക്കമുള്ള ഒരു കാർഷിക പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നയം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അവിടുത്തെ സർക്കാരുകൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പല സംസ്ഥാനങ്ങളിലും അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ കൂട്ടിക്കൊണ്ട്, ഇപ്പോൾ പഞ്ചാബ് ആകട്ടെ, ഹരിയാനയാകട്ടെ, രാജസ്ഥാൻ്റെ ചില ഭാഗങ്ങളാവട്ടെ, പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവാൻ പലപ്പോഴും ബീഹാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ക്രോപ്പുകൾ ഉണ്ടായിട്ട് പോലും, ഇപ്പോൾ ഈ മഖാന പോലെയുള്ള ക്രോപ്പുകൾ ഇപ്പോൾ വളരെ വൈകിയാണ്, ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പാണ് മഖാന ബോർഡ് ഈ ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. ഇപ്പോഴും മഖാന ഇപ്പോൾ നമ്മൾ ഈ നോർത്തേൺ ബീഹാർ എന്ന് പറയുന്ന നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന മധുബനി, ദർഭംഗ പോലെയുള്ള ജില്ലകളിലാണ് ഈ മഖാന പ്രധാനമായിട്ട്. അതൊരു പ്രത്യേക ജനവിഭാഗമാണ്. അതൊരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കൂടിയായിട്ടുള്ള അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന ഒരു വിഭാഗം. അവർക്കൊരു പാർട്ടിയൊക്കെ ഉണ്ട്, VIP എന്നൊരു പാർട്ടി. അത് മഹാഗഠബന്ധൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടും ഒരു ഗ്രൂപ്പിങ്ങിൻ്റെ ഭാഗമായ ഒരു നെട്ടാണ് ഈ മഖാന എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ആ മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്. അതൊരു സീസണൽ ക്രോപ്പാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം. ഇപ്പോൾ ഈയിടെ രാഹുൽ ഗാന്ധിയൊക്കെ അവരെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കും
എന്നുള്ളതൊക്കെ നമുക്ക് ഈ മഖാന ബോർഡ് അല്ലെങ്കിൽ ഒരു മഖാനയ്ക്ക് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ലാത്തത് ഏത് രീതിയിൽ അവിടെ ആളുകൾ കാണുന്നു എന്നുള്ളതൊക്കെ ഒരു പക്ഷേ അതൊരു പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കണമല്ലോ സർക്കാർ ഈ അവസാന നിമിഷത്തിൽ ഒരു മഖാന ബോർഡായിട്ട് വരുന്നതും അത്തരം കാര്യങ്ങൾ. പല തവണ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിനോട് ബീഹാറിലെ കൃഷിമന്ത്രി നേരിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിതുവരെ സംഭവിച്ചിട്ടില്ല. ഒരു MSP മഖാനിക്ക് ഒരു MSP എന്നുള്ളത്. അതുപോലെ ഇൻലാൻഡ് മത്സ്യ തൊഴിലാളികളടങ്ങുന്ന ഒരു 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 സാമൂഹ്യ വിഭാഗമാണ് ചെയ്യുന്നത്. അത് കാത്തിരുന്ന് കാണണം അത് ഏത് രീതിയിലാണ് അത് വരിക. ഇപ്പോൾ നമ്മളിന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അല്ല പെൻഷൻ തുക ഒരു ഇരട്ടിയോ രണ്ടിരട്ടിയോ ഒക്കെ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും കുറഞ്ഞ പെൻഷനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ത്രീകൾ വലിയ വോട്ട് ബാങ്കായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പല അരിത്തമെറ്റിക്സ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ സ്ത്രീകൾ ഒരു വോട്ട് ബാങ്കായിട്ട് ഇതുവരെ കണക്കാക്കിയിട്ടില്ല. പക്ഷേ മധ്യപ്രദേശിലും ഹരിയാനയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി കഴിയുമ്പോൾ അതിൻ്റെ ഒരു അവലോകനം നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീകൾ വലിയ വോട്ട് ബാങ്ക് തന്നെയാണെന്ന്. ഇപ്പോൾ 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്ക് സ്ത്രീകൾക്ക് അവർക്ക് 10,000 രൂപ കൊടുക്കുന്നു. അങ്ങനെയുള്ള കൂടുതൽ ക്ഷേമ പദ്ധതികൾ നൽകുന്നത് ഇത് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനിടയില്ലേ? അല്ല, തീർച്ചയായിട്ടും. അതായത് നേരത്തെ സുമോദ് സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടാണ് ഇത്തരം ക്ഷേമ പദ്ധതികൾ വരേണ്ടി വരുന്നത്? അതായത് തേജസ്വി യാദവിൻ്റെ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് എല്ലാ കുടുംബത്തിലും ഒരു സർക്കാർ ജീവനക്കാരൻ എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യത്തിലെ മൊത്തം സർക്കാർ ജീവനക്കാരുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രാതിനിധ്യം എടുക്കുകയാണെങ്കിൽ ബീഹാർ പോലെ ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ബീഹാർ, UP, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ ആനുപാതികമായിട്ട് സർക്കാർ തൊഴിലുകളിൽ ആളുകളുടെ പ്രാതിനിധ്യമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് പോലീസാവട്ടെ, അത് മറ്റ് PSCകൾ നടത്തുന്ന അപ്പോയിൻമെൻറ്റുകളാവട്ടെ, അതില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് എന്ന് പറയുന്നത് കാരണം ബീഹാറിൽ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സൈനിക മേഖല, അതുപോലെ വിവിധ ഗവൺമെൻറ് സർവീസുകൾ, ഇപ്പോൾ സിവിൽ സർവീസിലടക്കം വലിയ രീതിയിൽ ബീഹാറിൽ നിന്നുള്ള ആളുകൾ കഴിഞ്ഞ 20-25 വർഷങ്ങളായിട്ട് ഈ പുതുതായി പഠിച്ച ഫസ്റ്റ് ജനറേഷൻ ഗ്രാജുവേറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മനുഷ്യരുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ഇത്തരം പരീക്ഷകളെ അവർ വളരെ സീരിയസ് ആയി കണ്ട് അപ്പോൾ ബീഹാറിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ചെറിയ ഒരു ലൈബ്രറി ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിരാവിലെ 4 മണിക്കും 5 മണിക്കുമൊക്കെ ചെറുപ്പക്കാർ മിലിറ്ററി ട്രെയിനിങ്ങിന് വേണ്ടി ഓടുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അഗ്നിവീർ പോലെയുള്ള ചോദിക്കാനിരിക്കുന്നത്. കാര്യം ഈ അഗ്നിവീർ പദ്ധതി വലിയ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയും ട്രെയിൻ കത്തിക്കൽ ഉൾപ്പെടെ നടത്തിയത് ബീഹാറിലായിരുന്നു. പക്ഷേ പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിച്ചിട്ടില്ല. ഇത്രയും വലിയ പ്രക്ഷോഭത്തിന് ശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണിത്. ഈ അഗ്നിവീർ പദ്ധതി നടപ്പിലാക്കുന്നതുമായി പെട്ട് വളരെ രോഷം അവിടെ ഉണ്ടെന്ന് നമ്മുടെ റിപ്പോർട്ടർമാരടക്കം ബീഹാറിൽ പോയി റിപ്പോർട്ട് ചെയ്തപ്പോൾ മനസ്സിലായതാണ്. ഇതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? അല്ല, അത് ഈ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുതയാണല്ലോ. അപ്പോൾ അത് അഗ്നിവീർ എന്ന് പറയുമ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടാൻ പോകുന്ന ഒരാൾ ആർമിയിൽ ജോയിൻ ചെയ്ത് 15-20 വർഷത്തെ സർവീസിന് ശേഷം അയാൾക്ക് മറ്റു തൊഴിൽ സാധ്യതകൾ അന്വേഷിക്കാം, അയാൾക്കൊരു കൃത്യമായ പെൻഷൻ കിട്ടും. ഇപ്പോൾ അതില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് നിങ്ങളുടെ റൂറൽ ഇക്കോണമി തകർന്ന് മണ്ണടിഞ്ഞ് കിടക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊന്നും അതിൽ നിന്ന് നേടാനില്ല. കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ ഒട്ടും മുന്നോട്ട് പോവാത്ത സ്റ്റാഗ്നൻ്റ് ആയി കിടക്കുന്നു. അതേസമയം ഈ സർവീസ് രംഗത്തേക്ക് വരാം എന്ന് വിചാരിച്ചാൽ സർവീസ് രംഗത്തും ഒരു ഗ്രോത്ത് ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് ബീഹാർ മാറുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും പുറത്തുപോയി ഈ ആർമി അടക്കമുള്ള വിവിധ മേഖലകളിൽ പണിയെടുക്കാമെന്ന് വിചാരിച്ചാൽ 4 കൊല്ലത്തെ പെൻഷനില്ല. ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ യുവാക്കൾ വർഷങ്ങളോളം ഇതിനുവേണ്ടി 9ാം ക്ലാസ് മുതൽ നിരന്തരം ഇതിനുവേണ്ടി പണിയെടുക്കുന്ന വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും ഒരു പ്രക്ഷോഭം നടത്തും. അതൊരു ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ അതൊരു അരാജകത്വ സ്വഭാവത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. പക്ഷെ അത് വലിയ രീതിയിൽ അങ്ങോട്ട് പോയില്ല എന്നുള്ളത് പിന്നീട് അവിടെ ഈ പറഞ്ഞ പോലെ പല രാഷ്ട്രീയ ധാരകളുടെയും സ്വാധീനവും ഒക്കെ കാരണം പിന്നെ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണമായിരിക്കും ഒരു പ്രൊട്ടസ്റ്റ് സസ്റ്റെയിൻ ചെയ്യാതെ പോകുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്നത് പല ഗിമ്മിക്കുകൾ കൂടിയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റിവിഷൻ SIR വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടില്ലാതാക്കിക്കൊണ്ടും ഒരുപാട് പേരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെയും ഒക്കെയാണ് ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ആ ഒരു ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊരു പക്ഷേ അത് കൃത്യമായിട്ട് അത് മനസ്സിലാവില്ല. ഒരു പക്ഷേ കൃത്യമായ അന്വേഷണം അതുമായിട്ട് നടന്നാൽ മാത്രമാണ് ബീഹാറിൽ എങ്ങനെയാണ് ഇങ്ങനൊരു റിസൾട്ട് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ പ്രശ്നമില്ലാതാവുന്നില്ലല്ലോ. അപ്പോൾ അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേകൾ പ്രകാരം സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നു തൊഴിൽ മേഖലകളിൽ. പല കാരണങ്ങളുണ്ട്. മൈഗ്രേഷൻ്റെ ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ള ഒരു സംസ്ഥാനമായിട്ട് ബീഹാർ മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വേണം തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വാഗ്ദാനം നൽകുന്നതിന് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പത്രിക വയ്ക്കുന്നത് എന്നുകൊണ്ട് കൂടിയാണ് ഈ RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും JDU അടക്കമുള്ള BJP അടക്കമുള്ള പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത് ഈ തൊഴിൽ അൺഎംപ്ലോയ്മെൻ്റ് അടക്കമുള്ള ഇഷ്യൂസിലേക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ. അല്ല, പ്രാക്ടിക്കൽ ഇപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഏറ്റവും കുറവ് പ്രാതിനിധ്യം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പ്രാതിനിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ മേഖലകളിലേക്ക് എംപ്ലോയ്മെൻറ്റ് നടത്താവുന്നതേ ഉള്ളൂ. കൂടുതൽ പ്രൊഡക്ഷൻ മേഖലകളിലേക്ക് തന്നെ, അഗ്രികൾച്ചർ അടക്കമുള്ള മേഖലകളിലേക്ക്, അതല്ലെങ്കിൽ ട്രേഡ്, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ് അടക്കമുള്ള പല മേഖലകളിലേക്കും സർക്കാർ തലത്തിൽ കൂടുതൽ ഫാക്ടറികളോ അത്തരം കാര്യങ്ങളെ സുമോ സൂചിപ്പിച്ച പോലെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% വരുന്ന സ്ഥലത്ത് 1.3% മാത്രമാണ് ഫാക്ടറികൾ. ഇത്രയും എന്താ പറയുക, ബ്രിട്ടീഷുകാർ വന്നത് തന്നെ ബീഹാറിനെ കണ്ടുകൊണ്ടാണ് എന്ന് പറയാം. അത്രയ്ക്ക് ഫലഭൂയിഷ്ടമായ സാധ്യതകളുള്ള നിരവധി നദികളുള്ള നല്ല ഹാർഡ് വർക്കിംഗ് ആയ മനുഷ്യരുള്ള ഒരു സ്ഥലമാണ് ബീഹാർ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് വ്യവസായങ്ങൾ ഉണ്ടായിക്കൂടാ? സ്വാഭാവികമായിട്ടും അവിടെ വ്യവസായങ്ങളുണ്ടാകും. അതിനുള്ള ഒരു ഇച്ഛാശക്തി വേണം, അതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് സർക്കാർ തയ്യാറാവണം. ഇത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ബീഹാർ, UP, നേരത്തെ പറഞ്ഞ പോലെ ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അങ്ങനെ അടക്കമുള്ള ഈ ഹാർട്ട് ലാൻഡിൽ ഈ കാർഷിക തകർച്ച ഉണ്ടാക്കിയ മൈഗ്രേഷൻ അടക്കമുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മാനുഫാക്ചറിങ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാര്യങ്ങൾ എടുക്കുന്നതിലും ഗവൺമെൻറ്റുകളാണ് ഒരു പോളിസി എന്നുള്ള തലത്തിൽ വരേണ്ടത്. അപ്പോൾ ആ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയം. ഇപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് ഏതൊക്കെ അജണ്ടകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനെതിരെ നടന്ന ഈ ഒരു ആക്രമണം, അല്ലെങ്കിൽ വലിയ രീതിയിൽ വീണ്ടും പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇവയൊക്കെ വരുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി ബേസ്ഡ് ആയിട്ടുള്ളൊരു നെറേറ്റീവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങളുമായി കൂടാകുകയില്ല എന്നുള്ളത്. അപ്പോൾ ഈ എയിംസിൻ്റെ കാര്യം എടുത്താൽ, ഈ എയിംസിന് വേണ്ടി ഇപ്പോൾ പതിറ്റാണ്ടുകളായി കേരളം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2 എയിംസാണ് ബീഹാറിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ 3ാം മോഡി സർക്കാരിനെ താങ്ങി നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പാർട്ടി JDU തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും JDUവിനെ കൈവിടാൻ കഴിയാത്തത് കൊണ്ട് ഈ ബജറ്റ് പലപ്പോഴും ബീഹാർ ബജറ്റ് എന്നൊക്കെയായിരുന്നു, ബീഹാർ ആന്ധ്ര ബജറ്റ് എന്നൊക്കെയായിരുന്നു പഴി കേട്ടിരുന്നത്. ഇത്രയും വലിയ തരത്തിൽ പണം പമ്പ് ചെയ്യുന്നത് അത് എങ്ങനെയായിരിക്കും ഈ താഴെത്തട്ടില്ല ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഇവർക്ക് അനുകൂലമായി NDAക്ക് കഴിയുമോ? അല്ല, അത് 2 തരത്തിൽ ഇതിനെ കാണേണ്ടത്. ഒന്ന്, ഈ പ്രോമിസ് ചെയ്തിട്ടുള്ള പൈസ അലൊക്കേഷൻ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പെൻഷൻ അടക്കമുള്ള പല ആനുകൂല്യങ്ങളും അതൊരു സ്റ്റാറ്റ്യൂട്ടറി അല്ല, അതൊരു നിയമപരമായി ചെയ്യുന്നതല്ല, അതൊരു പ്രോമിസ് എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ കേരളത്തിലെ പല മേഖലകളിലും ഉള്ള പോലെ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പെൻഷനല്ല, അതവർക്കൊരു ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് നാളെ ഗവൺമെൻറ് മാറിയാൽ, അല്ലെങ്കിൽ നാളെ ഈ ഗവൺമെൻറ് തന്നെ തോന്നുകയാണ് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണ് പിൻവലിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. അല്ലാതെ ഒരു അവകാശം എന്നുള്ള നിലയ്ക്കല്ല പെൻഷൻ അവിടെ ഓഫർ ചെയ്യുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പദ്ധതികളിൽ പലതും ഇപ്പോൾ കേരളം 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഒരു എയിംസ് പോലുമില്ല. സോ കേരളത്തിൻ്റെ ഏതാണ്ട് 2 ഇരട്ടി വലിപ്പമുള്ള അത്രയധികം പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനത്തിന് സ്വാഭാവികമായിട്ടും അത് ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ഹെൽത്ത് കെയറിൽ, എഡ്യൂക്കേഷനെല്ലാം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഭൂവിഭാഗം എന്നുള്ള നിലയ്ക്ക് അത് ബീഹാർ മുന്നോട്ട് വരേണ്ടത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ ആവശ്യമാണ് എന്നുള്ളതാണ്. ബീഹാർ
ഒരു ബീഹാറിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് രാജ്യത്തിൻ്റെ മൊത്തം ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എത്ര കുറച്ച് ചെയ്യുന്നു അതെല്ലാം എന്ത് ചെയ്താലും അത് കുറവാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ചെയ്യുന്നതിലുള്ള ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്? ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് അത് മാത്രമായിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? അതല്ല, ബീഹാറിന്റെ പ്രശ്നങ്ങൾ ഘടനാപരമായിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളൊന്നും ഒരു താഴെത്തട്ടിൽ അങ്ങനെ ഒരു വോട്ടായി പ്രതിഫലിക്കാൻ സാധ്യത കുറവാണ്. ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഘടനാപരമാണ്, അത് സ്ട്രക്ചറലാണ്. അല്ലാതെ അതൊരു ഒരു ഒരു എയിംസ് വന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു IIM ഒരു IIT വന്നതുകൊണ്ടോ തീരുന്ന പ്രശ്നമല്ല. അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അവിടുത്തെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതും അവിടുത്തെ റൂറൽ ഡിസ്ട്രസ്സുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിന് കാരണക്കാരായ അത് ഈ പോളിസിയാണ്, പലതരത്തിലുള്ള പോളിസികൾ. ഈ പോളിസികൾ നിങ്ങൾ മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് കൂടുതൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അഗ്രികൾച്ചറിൽ കൊണ്ടുവരാൻ പറ്റുന്നത്, അവിടെ ആളുകളുടെ ജോലി എങ്ങനെ നിലനിർത്താൻ പറ്റും, ഇത്തരം വിഷയങ്ങളിലാണ് നമുക്ക് ഊന്നൽ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരു 70% തന്നെ ഒരു കർഷകർ ഉള്ള ഒരു, അവരിൽ തന്നെ പലരും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയെങ്കിൽ പോലും ഈ കാർഷിക വൃത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ബീഹാറിൽ എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ അവർ ആ കാർഷിക വൃത്തിയിൽ നിന്ന് മാറുന്നത്? അത് ഇപ്പോൾ ഈ മക്ക, ഈ ചോളം ബീഹാറിലൊരു പുതിയ വിളയല്ല, പക്ഷേ വലിയ രീതിയിലായിട്ട് അധികമായിട്ടില്ല. അത് വലിയ രീതിയിൽ ബീഹാറിൽ അത് പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വിളവ് പോപ്പുലറൈസ് ചെയ്യപ്പെടുമ്പോൾ വരാൻ ഉള്ള ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വാണിജ്യ ഉടമ്പടി ഒപ്പുവെക്കുകയാണെങ്കിൽ ചോളത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകരിലൊരാളായിട്ടുള്ള അമേരിക്ക, അവരുൽപ്പാദിപ്പിക്കുന്ന അധിക ചോളം എവിടെയെങ്കിലും ഡംപ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നാൽ അത് ആദ്യം അതിൻ്റെ ബീഹാറിനായിരിക്കും. കാരണം ബീഹാറിൽ ഏതാണ്ട് 50 ലക്ഷം മെട്രിക് ടണ്ണോ മറ്റോ ഉൽപ്പാദനമുള്ള വലിയ ഉൽപ്പാദനം ചോളത്തിൽ ഉപയോഗിക്കുന്നത്, അത് ഭൂരിഭാഗവും ഈ പറയുന്ന ബയോഫ്യൂവലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു പോളിസി, ഇപ്പോൾ ആ പോളിസി വേണ്ടെന്ന് വയ്ക്കാൻ നരേന്ദ്രമോദി തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കരകയറുക എന്നുള്ള അർത്ഥത്തിലാണ് ഇത്തരം പുതിയ വിളകൾ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പുതിയ വിളകൾ പരീക്ഷിക്കുമ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും? ഒന്ന് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൈഗ്രേറ്റ് ചെയ്ത് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ അടക്കമുള്ള ചെറിയ ജോലി ഇതിലേക്ക് എന്തെങ്കിലും തരത്തിൽ ദൈനംദിന ചെലവ് വെച്ച്, ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഭൂരിഭാഗം പേരും ബീഹാറിൽ നിന്നുള്ളവരാണ്. അതെ, അവർക്ക് സ്വന്തമായി കൃഷിയിടങ്ങൾ വരെയുള്ള ആളുകളാണ് പലരും. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഉള്ള റിക്ഷാ തൊഴിലാളികളെയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റിയേക്കും. എന്തുകൊണ്ടാണ് അവർ ഇവിടെ വരേണ്ടി വരുന്നത്? വരേണ്ടി വരുന്നത് അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. പലരും ഇവിടെ 3-4 മാസം പണിയെടുത്ത് ക്രോപ്പിൻ്റെ ഇടവേളകളിൽ ഇവിടെ പണിയെടുത്ത് കുറച്ച് കാലം വീണ്ടും തിരിച്ച് കാർഷിക വൃത്തിക്ക് പോയി അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്, വളരെ ദുർലഭമായിട്ടുള്ള ആളുകൾ. പക്ഷേ നമ്മുടെ കാർഷിക പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു മൈഗ്രൻ്റ് വർക്കർ ആവേണ്ടിയിരുന്നൊരവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ തൊഴിലില്ലായ്മ ചർച്ച ചെയ്തു, കാർഷിക പ്രശ്നങ്ങൾ, വ്യവസായ രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ഈ അസംഘടിത മേഖലയിലെ ഒരു പ്രശ്നം കൂടി പറഞ്ഞ് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ഗുജറാത്തിലെ ജേംസ് ആൻഡ് ജുവൽസ്, ആ ഫാക്ടറികൾ, അല്ലെങ്കിൽ സൂററ്റിലെ തുണിമില്ലുകൾ, ചെറിയ തുണിമില്ലുകൾ, ഇവരിലേക്കൊക്കെ പ്രധാനമായിട്ടും തൊഴിലാളികളെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. പലപ്പോഴും ബീഹാർ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വളരെ ഒരു മേന്മയായിട്ട് പറയാറുണ്ട്, ഞങ്ങൾ രാജ്യത്തിൻ്റെ തൊഴിലാളികളെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത്. പക്ഷേ വളരെ അസംഘടിതമായ ഒരു മേഖലയാണ്. ഇപ്പോൾ ഇവരുടെ കണക്കെത്ര എന്ന് ചോദിച്ചിട്ട് അത് പറയാൻ പോലും ഗവൺമെൻറ്റിന് പറ്റുന്നില്ല, സുപ്രീം കോടതി ചോദിച്ചിട്ട്. അതിനുശേഷമാണ് ഈശ്രം പോലെയുള്ളൊരു പോർട്ടൽ കൊണ്ടുവന്ന് അതിനകത്ത് ഇത്രയാണ് എന്നുള്ള രീതിയിൽ, അതിനകത്ത് സ്റ്റേറ്റ് വൈസ് എത്രയുണ്ട്, അവരെത്ര പേര് ഏത് മേഖലകളിൽ പണിയെടുക്കുന്നു, അവരുടെ ഒരു മിനിമം വേജ് എന്താണെന്ന് പോലും തീരുമാനിക്കാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് കമ്മിറ്റി ഉണ്ട്, പക്ഷേ പറ്റിയിട്ടില്ല ഗവൺമെൻറ്റിന് എന്നുള്ളതാണ്. അപ്പോൾ അസംഘടിത മേഖലയെ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് തൊഴിൽ എന്നുള്ള നിലയ്ക്കല്ല, നിങ്ങൾ ഉൽപ്പാദകരാകൂ എന്നുള്ള നിലയ്ക്കാണ്. അതായത് നിങ്ങൾ ഓൺട്രപ്രണേഴ്സ് ആകൂ, നിങ്ങൾ മറ്റേ അമിത്ഷായുടെ ഭാഷയിൽ പറയാൻ നിങ്ങളൊരു പക്കോടയുടെ കട തുടങ്ങൂ എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെൻറ് പൊതുവെ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചേരാനും അവരുടെ ഒരു രോഷം വോട്ടാക്കി മാറ്റാനും കഴിയുന്ന രീതിയിലൊരു സാഹചര്യം ബീഹാറിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന്, ഈ പ്രതിപക്ഷത്തിന് ഏറ്റവും ആവശ്യമായി വേണ്ടത് ഒരു യൂണിറ്റിയാണ്. ആ യൂണിറ്റി
ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഉണ്ടാവുന്നൊരു യൂണിറ്റി അല്ല. അത് നിങ്ങൾ ഈ BJP അടങ്ങുന്ന അല്ലെങ്കിൽ BJP സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഇൻ്റർനാഷണൽ കുത്തക മൂലധന ശക്തികളെ നിങ്ങൾ എന്ത് ആശയം ഉപയോഗിച്ച് എതിർക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. ബീഹാറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതും കാർഷികോൽപാദനവുമായി ബന്ധപ്പെട്ടതും തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടതും. ഇതിന് നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പോളിസി എന്താണ്? ആ ഒരു വിഷൻ നൽകിക്കൊണ്ട് മാത്രമാണ് ബീഹാറിൽ ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരാൻ സ്വാഭാവികമായിട്ടും RJDക്ക് പറ്റുള്ളൂ. അപ്പോൾ തൊഴിലില്ലായ്മ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മരുന്ന് എത്രത്തോളം ഫലവത്താണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ് എന്ന് അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയും ഇപ്പോൾ പലതവണ ബീഹാറിൽ സന്ദർശനം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറയുന്ന ഒരു വിഷയം തൊഴിലില്ലായ്മയെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു, അഗ്നിവീർ അടക്കമുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട്, തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളെ കണ്ടുകൊണ്ട് അതിനെ കൃത്യമായി ഒരു ആശയഗതിയോടുകൂടി ഒരു ഓൾട്ടർനേറ്റീവ് പോളിസി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. നേരെ മറിച്ച് ഇതൊരു വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്കുള്ള പൊതുപ്രചാരണത്തിന് വഴിപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുൻകൈ നിതീഷ് കുമാറിനായിരിക്കും. കാരണം 20 വർഷത്തെ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. ഈ പറഞ്ഞ പോലെ സ്ത്രീകളടക്കമുള്ളവരുടെ ഒരു വോട്ട് ബാങ്ക് സ്വന്തമായിട്ട് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഇത്തരം ഇപ്പോൾ ഒരു സ്ത്രീകളുടെ വോട്ട് തിരഞ്ഞ് ഒരു കൃത്യമായി നോക്കുന്നതിന്, അത് ശ്രദ്ധിക്കുന്നതിന് ഒരു പ്രതിപക്ഷം പരാജയപ്പെടുന്നതാണ് നമ്മൾ സമീപകാല തെരഞ്ഞെടുപ്പുകളെല്ലാം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അല്ല എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഈ മഹാരാഷ്ട്രയിലായാലും അവിടെ ലാഡ്ലി പദ്ധതി, മഹിള തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു ജെൻഡർ ന്യൂട്രൽ പ്രശ്നമാണല്ലോ. അത് സ്ത്രീക്കും പുരുഷനും എല്ലാം ബാധകമായിട്ടുള്ളൊരു വിഷയമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. കാർഷിക പ്രതിസന്ധി ഇന്ത്യയിലെ അൺപെയ്ഡ് ഫാമിലി ലേബർ ആണ്. സ്ത്രീകൾക്ക് ഇതിന് പ്രത്യേകിച്ച് യാതൊരു വരുമാനവും ഇല്ലാതെയാണ് അവർ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെടേണ്ടി വരുന്നത്. ഒരു കാർഷിക കുടുംബമാണെങ്കിൽ അവിടുത്തെ ഒട്ടുമിക്ക പണികൾ, ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫീഡർ സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഇങ്ങനെ പല കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തികൾ മുഴുവൻ ഒരു വേതനവും ലഭിക്കാതെ ചെയ്യുന്നവരാണ് ആ കുടുംബത്തിലെ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ കാർഷിക പ്രതിസന്ധി തൊഴിലില്ലായ്മയും ആദ്യം ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു 2000 രൂപ 10,000 രൂപ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആശ്വാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് സ്ത്രീകളെ അത് കൂടുതൽ അട്രാക്റ്റ് ചെയ്തേക്കാം. പക്ഷേ അത് ഒരു താൽക്കാലികമായ ഒരു സംഗതിയാണെന്നും ഘടനാപരമായ പ്രശ്നങ്ങളിൽ മാറ്റം വരാതെ സ്ത്രീകൾക്ക് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ലെന്നും കൂടിയുള്ള കാര്യം പൊളിറ്റിക്കൽ ക്യാമ്പയിനുകളിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് ഓപ്പോസിഷൻ അതിൻ്റെ ഒരു ഗുണം ലഭിക്കുകയുള്ളൂ. ഇതുവരെ നടന്ന മാധ്യമ ചർച്ചകളെല്ലാം പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തർക്കം എന്നിവയിലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇതുവരെ ഈ സമയത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഏതൊക്കെ സാമൂഹ്യ സാഹചര്യങ്ങളാണ് ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ജിഗീഷ് വളരെ വ്യക്തമായി തന്നെ മീഡിയ വൺ ബിബിനോട് സംസാരിച്ചത്. താങ്ക് യു.